മനുഷ്യർ പഞ്ചമഹാഭൂതങ്ങൾ മാത്രമല്ല, പഞ്ചപദാർത്ഥങ്ങളുമല്ല. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രജോഗുണം, തമോ ഗുണം, സത്വഗുണം പോലെയുള്ള തീക്ഷ്ണമായ ഘടകങ്ങളുടെ സംഗമവുമല്ല. മനുഷ്യർക്ക് ചലിക്കുവാനും നടക്കുവാനും മാത്രമല്ല, പ്രവൃത്തികൾ ചെയ്യുവാനും ശക്തിയുടെ ആവശ്യകത ഉണ്ടാകുന്നതാണ്. ഈ ശക്തിയെയാണ് ചേതന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാധവ, മനുഷ്യൻ ഇവയുടെ എല്ലാം ചേതനയാണോ? അല്ല പാർത്ഥ, മനുഷ്യരുടെ ചേതനയോടൊപ്പം തീക്ഷ്ണമായ ഘടകങ്ങൾ സംഗമിക്കുമ്പോൾ അതിന്റെ നാമം പ്രകൃതി എന്നാണ്. 24 വസ്തുക്കളാൽ നിർമ്മിതമായ മനുഷ്യനെന്ന നാമമുള്ള ജഡത്തിൽ വസിക്കുന്നത് പുരുഷനാണ്, അതായത് പരമാത്മാവിന്റെ അംശം. അതിനെയാണ് ആത്മാവെന്ന് പറയപ്പെടുന്നത്. പ്രകൃതിയും പുരുഷനും സംഗമിക്കുന്ന സമയത്താണ്, അഥവാ പരമാത്മാവിന്റെ അംശം ആത്മാവായി ദേഹത്തിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യരിൽ ജീവൻ ജന്മമെടുക്കുന്നത്. ആത്മാവെന്നാൽ എന്താണ് മാധവ? അതിനെ അറിയുവാനുള്ള ഉപായം എന്താണ്? മനുഷ്യർ രഥം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ശരീരമെന്ന നാമമുള്ള ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ ശാരീരികമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ആത്മാവെന്നാൽ ഒരിക്കലും ശരീരമാവുകയില്ല പാർത്ഥ. ശരീരത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്, എന്നാൽ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേ ദയന്ത്യാപോ ന ശോഷയതി മാരുത. ആത്മാവിനെ ശസ്ത്രങ്ങളാൽ ഛേദിക്കുവാൻ സാധിക്കുകയില്ല, ഒരിക്കലും അഗ്നിക്കിരയാക്കുവാനും സാധിക്കുകയില്ല. ജലത്തിന് ആത്മാവിനെ അലിയിക്കുവാൻ കഴിയില്ല, പവനൻ ആത്മാവിനെ ശോഷിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആത്മാവ് വസിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണെങ്കിലും അതിന് അമരത്വമുണ്ട്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. പാർത്ഥ, ശരീരത്തിന്റെ അന്ത്യം കുറിക്കുവാൻ സാധിക്കും, എന്നാൽ ആത്മാവിന്റെ അന്ത്യം കുറിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുന്നതേയല്ല. ആത്മാവ് സർവ്വവ്യാപിയാണ്, അചഞ്ചലമാണ്, സ്ഥിരമാണ്, സനാതനവുമാണ്. പഴയ വസ്ത്രങ്ങൾ ത്യജിച്ചുകൊണ്ട് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇപ്രകാരം തന്നെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം പുതിയ ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാധവ, നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത്. സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത്? സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല പാർത്ഥ. അന്ധനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മൂകനും ഇവിടെ ജീവിക്കുന്നുണ്ട്, മറ്റംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. വെറും ശരീരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ്. അതിലെ ചേതന അകന്നു പോകുന്നതാണ്. മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമല്ല.